എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സച്ചി വന്നിട്ട് രേവതിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതെ, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അനുജത്തിയെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റിക്കോളാൻ പറയുകയാണ്. അപ്പം ഇത് കേൾക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല അതിനെന്തിനാ ഞാൻ ദേവുവിന് പറഞ്ഞു വിടുന്നത്, അവൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അതെ, അകത്ത് നിൽക്കണവന്റെ പെണ്ണ് ഇത്രയും സമയമായിട്ടും വന്നിട്ടില്ല. ഇനി അവൾ വരാതെ ഇരുന്ന് കഴിഞ്ഞാൽ കല്യാണപ്രായം എത്തി നിൽക്കുന്ന ഒരു പെണ്ണ് വേറെ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നിന്റെ അനുജത്തിയെ മിക്കവാറും അവരെല്ലാരും കൂടെ നമ്മുടെ കല്യാണം നടത്തി തന്നതുപോലെ ഇഷ്ടമില്ലാണ്ട് കെട്ടിക്കും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് സംസാരിക്കുമ്പം അവളാണെങ്കിലോ ഞെട്ടി നിൽക്കുക. ദേ ചുമ്മാ നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് അങ്ങനെ ഇവര് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്കൊരു കോള് വരികയാണ്. സച്ചി ആ ഒരു ഫോൺ എടുത്തതും സാറേ ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാന്നും പറഞ്ഞ് അവനത് കട്ട് ചെയ്തു. അതിനുശേഷം ദേ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഓട്ടം വന്നിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ചേട്ടന്റെ കല്യാണമായിട്ട് നിങ്ങൾ എന്താ മനുഷ്യ ഇപ്പൊ തന്നെ പോകുന്നതെന്നും പറഞ്ഞ് രേവതി സച്ചിയോട് ഇച്ചിരി ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചി പറഞ്ഞു, അതെ അകത്ത് നിൽക്കണവന്റെ പെണ്ണ് ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കോ ഇല്ലേ എന്നുള്ളതിൽ വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ നിനക്കറിയാലോ എൻ്റെ കാര്യം, ഒരുപാട് കടബാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ വീട്ടണമെങ്കിൽ ഞാൻ ജോലി ചെയ്യാണ്ട് നടക്കില്ല എന്നും പറഞ്ഞ് സച്ചി രേവതിയോട് ബയ്യൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മയോടും ദേവുവിനോടും ഒക്കെ ടാറ്റയൊക്കെ കാണിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലും പെണ്ണിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാതെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശ്രുതിയാണെങ്കിൽ അവന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടും ശ്രുതി ഫോൺ എടുക്കുന്നില്ല. അപ്പൊ കൂട്ടുകാരിയാണെങ്കിലോ ശ്രുതിയോട് പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്ന കൊണ്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം, നീ ഫോൺ എടുത്തിട്ട് ഇപ്പൊ വരുമെന്നുള്ള കാര്യം അവരോട് പറയുന്നു പറഞ്ഞു. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂടി, ആ പി എ ആണ് അയാൾ ക്ഷേത്രത്തിൽ എത്തുമെന്നും ഒക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, അയാൾ അവിടെ എങ്ങാനും വന്നിട്ട് അവരോടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നാളും അവരെന്നെ സ്നേഹിച്ചതുപോലെയൊന്നും ആയിരിക്കില്ല. അവർ എന്തും ചെയ്യാനായിട്ട് മടിയില്ലാത്തൊരു തള്ളയാണ് എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയെക്കുറിച്ച് കുറ്റം പറയുന്ന സമയത്ത്, എടി ഇതൊക്കെ നീ ഈ കാര്യം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അന്നേരം നിനക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നല്ലോ. ഇപ്പതാ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നീ അതൊരു വലിയ പ്രശ്നമാക്കുകയാണല്ലേ. ദേ പോട്ടെ, ഇനി അയാൾ അവിടെ വന്ന് സത്യങ്ങൾ പറഞ്ഞാലല്ലേ ഉള്ളൂ. അതുവരെ കാര്യങ്ങൾ എത്തുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നമുക്ക് നേരെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പറഞ്ഞ് കൂട്ടുകാരി നമ്മുടെ ശ്രുതിയെ പിടിച്ച പിടിയാലെ അവിടുന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മുടെ രവി ആണെങ്കിലോ പെണ്ണിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ബാക്കി കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നോക്കണമല്ലോ. ശ്രുതി പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ചന്ദ്രയെ വിളിച്ച് പറഞ്ഞതുമാണ്. ചന്ദ്രമതി ആ ഒരു ആശ്വാസത്തിലൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ രവി പോയിട്ട്, രേവതി മോളെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആ പൂജാരി ചോദിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യണം. മോൾക്കാകുമ്പോൾ ഇതൊക്കെ നല്ല പരിചയമുള്ളതല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ രവി കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതിയെ ഏൽപ്പിക്കുകയാണ്. അപ്പം അവൾ പറഞ്ഞു, അച്ഛൻ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്നും പറഞ്ഞ് അവൾ പൂജാരിയുടെ കൂടെ പോയി നിന്ന് പുള്ളിക്ക് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ കണ്ട് നമ്മുടെ ചന്ദ്രമതി അപ്പുറം മാറി നിൽക്കുക. അവർക്കാണെങ്കിലോ രേവതി ഈ കാര്യങ്ങൾ ചെയ്യുന്നതും കല്യാണത്തിന്റെ ഒരുക്കങ്ങളിൽ എല്ലാം മുമ്പിട്ട് നിന്ന് ചെയ്യുന്നതും കണ്ടിട്ട് തീരെ രസിക്കുന്നില്ല. അപ്പൊ രേവതിയെ കുറിച്ചിട്ട്, എടി നീ എന്തിനാണ് ഇത്തരത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിലൊക്കെ കയറി ഇടപെടുന്നത്? നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് സച്ചിക്ക് ഇത്ര കണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞ് രേവതി അപശകുനമാണെന്നും രേവതി ആ വീട്ടിലേക്ക് വന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ വീട്ടിൽ ഉണ്ടായത് എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇവളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സമയത്ത് പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഇതൊക്കെ കേട്ട് പുള്ളിക്കാരി ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ
മാമ പറഞ്ഞു, എടി നീ എന്തിനാ ചന്ദ്രേ ഇങ്ങനെ ആ കൊച്ചിന് ഏത് നേരവും കുറ്റം പറയുന്നത്? അവള് നിനക്കൊരു സഹായമല്ലേ ചെയ്തു തരുന്നത്? എടി നമ്മള് നിർത്തേണ്ടടുത്ത് നിർത്തണം, ഇവറ്റകള് നിൽക്കേണ്ടടുത്ത് നിൽക്കണം, ദരിദ്രവാസികളാണ് എന്നൊക്കെ പറഞ്ഞ് പാവത്തിനെ ഇങ്ങനെ അടിച്ചമർത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അതൊക്കെ രേവതിക്ക് താങ്ങാവുന്നതിലും അപ്പുറം ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് തന്റെ അമ്മയുടെയും അനുജത്തിയുടെയും ഒക്കെ അടുത്ത് വന്നിരിക്കുന്ന രേവതി ആണെങ്കിലോ അവര് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും ഒരു മറുപടി പോലും പറയുന്നില്ല. എന്താ മോളെ നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നതെന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കണ്ണിൽ എന്തോ പൊടി പോയതാണ് എന്നുള്ള രീതിയിൽ അവൾ അവിടെ അങ്ങനെ രേവതി പോയി കഴിയുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ദേവുവിനെ വിളിച്ചു. ദേവുവിനോട് പറയുന്നുണ്ട്, അതെ എനിക്കകത്ത് ഒരുപാട് ജോലികളൊക്കെ ബാക്കിയുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ശ്രുതി വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്നെ വിവരം അറിയിക്കണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അകത്തോട്ട് കയറി പോകുന്ന ആ ഒരു സമയം ദേവു ആണെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് അവൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു സമയം നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി. അപ്പം ഇറങ്ങുന്ന പാടെ ശ്രുതിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. ഇനി സത്യങ്ങളൊക്കെ ശ്രുതിയുടെ അടുത്ത് തുറന്നു പറഞ്ഞാലേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിൽ ഇവൾ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും കൂട്ടുകാർ പറയുക, എടി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച മുഖത്തോടു കൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിന്റെ അമ്മായിയമ്മയ്ക്ക് സംശയം ഉണ്ടാകും, അതുകൊണ്ട് ഇതൊന്നും മുഖത്ത് കാണിക്കരുത് എന്നുള്ള രീതിയിൽ കൂട്ടുകാർ പറഞ്ഞു മനസ്സിലാക്കി. ശ്രുതിയുടെ മുഖത്തെ പരിഭ്രമമൊക്കെ കാണുമ്പോഴത്തേക്കിനും മീന് പറയുന്നുണ്ട്, എടി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച മുഖത്തോട് കൂടി ചെന്ന് കഴിഞ്ഞാൽ നിന്റെ അമ്മായിയമ്മയ്ക്ക് സംശയം തോന്നില്ലേ, അതുകൊണ്ട് നീ കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ നിൽക്ക്, സമാധാനപ്പെട്, അയാൾ ഇവിടെ വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിച്ച് ഒരുവിധം അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് പോയി ദേവു പറയാണ്, ദേ ശ്രുതി എത്തിയിട്ടുണ്ട്, വേഗം വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രയാണെങ്കിൽ വെപ്രാളം പിടിച്ച് ഓടിപ്പാഞ്ഞ് അവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ശ്രുതിയോട്, മോളെ നീ എന്താ താമസിച്ചത്, ഞാൻ ഇങ്ങനെയൊക്കെ നീ താമസിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ കൂട്ടുവായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ സ്വീകരിച്ചു. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുത്തു അമ്മേ, അതുകൊണ്ടാണ്. മോളുടെ മുഖത്ത് എന്താ ഒരു സങ്കടം ഉണ്ടല്ലോ. അപ്പൊ കൂട്ടുകാരി ഉടനെ പറയുന്നുണ്ട്, അതെ അവൾ ഇന്നലെ രാത്രി താമസിച്ച കിടന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അച്ചമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പൊ ദാ അച്ചമ്മ വന്ന പാടെ തന്നെ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു, അല്ല നീ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര നാള് നീ മറച്ചു വെക്കാന്നാ വിചാരിക്കുന്നത്? എന്നാണെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരില്ലേ എന്നുള്ളൊരു ചോദ്യം. അച്ചമ്മ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കുകയാണ്. എന്താണ് ഇനി സത്യങ്ങൾ എന്തെങ്കിലും പുള്ളിക്കാരി തിരിച്ചറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നറിയാതെ ഇവളിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും, അല്ല അച്ചമ്മ എന്താ ഉദ്ദേശിച്ചെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, മോളെ നിന്റെ അച്ഛനും അമ്മയും, അമ്മ മരിച്ചുപോയി എന്നാൽ കൂടിയും അച്ഛൻ്റെ എങ്കിലും ആശീർവാദത്തോടു കൂടി വേണ്ടേ ഈ വിവാഹം നടത്താനായിട്ട്, അതുകൊണ്ട് മോൾ അച്ഛനോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി അങ്ങ് ഏറ്റുപിടിക്കുക, അതെ അവളെ എന്തിനാ അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത്, ആ കുട്ടി എത്രമാത്രം വിഷമിക്കുന്നുണ്ട്, അവളുടെ മുഖത്ത് അമ്മയൊന്ന് നോക്ക്. ഇന്നെന്തായാലും എൻ്റെ മോൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞ് പുന്നാര മരുമകളെയും കൂട്ടി ചന്ദ്രമതി അവൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഒരു ഓട്ടം പോയല്ലോ, അത് മറ്റാരുടെയും ഒരു ഓട്ടോ ആയിരുന്നില്ല, നമ്മുടെ PAക്ക് ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് വിളിച്ചത് സച്ചിയുടെ വണ്ടിയായിരുന്നു. അപ്പം സച്ചി അയാളെയും കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പം അവിടെ ഒരു ട്വിസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്